ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പാൽപ്പായസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. ഈസി ആയിട്ട് നമ്മളിത് കുക്കറിലാണ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഒറ്റയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെതായ തെറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണേ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളിവിടെ കുക്കർ ഒരു അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ലിറ്റർ പശുവിൻ പാല് തിളപ്പിച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളപ്പിച്ച പാലാട്ടോ. തിളപ്പിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇനി അതിലേക്ക് 250 ml ഗ്ലാസ്സിന് 1 ഗ്ലാസ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഉണങ്ങലരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. വിസിൽ വന്നെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു 30 മിനിറ്റ് നമ്മളിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓഫാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ, അതിന് പുറമേയൊക്കെ പോയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. കുറച്ച് വലിയ കുക്കറാണെങ്കിൽ ഇങ്ങനെ വരില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പം നമ്മുടെ പാൽപ്പായസം അവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ, നമ്മൾ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത പായസത്തിൻ്റെ അതൊരു നിറം കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി വേണമെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ പാലൊഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്താലും മതി. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 ഏലക്കായും കുറച്ച് പഞ്ചസാരയും പൊടിച്ചെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും അതുപോലെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരിക്കുമല്ലോ. അപ്പം നമ്മുടെ പാൽപ്പായസത്തിലേക്ക് 1 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും തിക്കോട് കൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. ഒരുപാട് ലൂസായി പോവണ്ടേ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഒന്ന് വറുത്തിടാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓളൊന്ന് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നെയ്യൊക്കെ ചൂടായതിനു ശേഷം നമ്മൾ കാഷ്നട്ടും കിസ്മിസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതില്ലെങ്കിലും നമ്മുടെ പായസം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാൽപ്പായസത്തിന്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. താങ്ക്